ഗുഡ് മോർണിംഗ്, ഗുട്ടൻ ഡാഗ്. സോ ഇന്ന് നമ്മളിവിടെ ജർമ്മൻ ഭാഷയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങളിൽ പലരും ഈ ഒരു ടൈമിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങളെ കേൾക്കുന്നവരിൽ കൂടുതൽ പേരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജർമ്മൻ ഭാഷ പഠിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളതും അസത്യങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജർമ്മൻ ഭാഷ എത്രയോ വർഷങ്ങളായിട്ട് പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കുട്ടികളെ ജർമ്മനിലേക്ക് എത്തിച്ച എക്സ്പീരിയൻസ് ഉള്ള എഡ്യൂപ്ലെയറിൻ്റെ സൈഡിൽ നിന്ന് ഈ ജർമ്മൻ ഭാഷ പഠിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒരു കംപ്ലീറ്റ്ലി ഒരു അവയർനെസ് വേണമെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ജർമ്മൻ ഭാഷയുടെ എല്ലാ വശങ്ങളും, അതായത് സ്റ്റാർട്ട് ടു സ്ക്രാച്ച് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വസ്തുത എന്താണെന്നും, നിങ്ങൾ ഭാഷ പഠിക്കാനായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതൊരിക്കലും പഠിച്ച് പാസ്സാകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള യാഥാർത്ഥ്യം എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ പഠിച്ച് പാസ്സാകാൻ പറ്റും, അപ്പോൾ അതുപോലെ ഈ ഭാഷയുടെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇപ്പോൾ നമ്മൾ പലരും മനസ്സിലാക്കുന്നത് ജർമ്മനി എന്ന് പറഞ്ഞൊരു രാജ്യത്ത് മാത്രമാണ് ജർമ്മൻ ഭാഷ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ അല്ല എന്നുള്ളത് നമുക്കറിയാം. മറ്റു പല രാജ്യങ്ങളിലും ഇപ്പോൾ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ലാംഗ്വേജ് ആണ് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ആരൊക്കെ ജർമ്മൻ ഭാഷ പഠിക്കണം, ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണോ, ഏതെങ്കിലും കാറ്റഗറി പെടുന്നവർ മാത്രമാണോ ജർമ്മൻ ഭാഷ പഠിക്കേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന, നിങ്ങളൊക്കെ ജർമ്മൻ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗൂഗിളിനോടോ ChatGPTയോടോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും ഹൗ ടു ലേൺ ജർമ്മൻ ലാംഗ്വേജ് ഈസിലി എന്നുള്ളത്. അപ്പം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും. സോ ഇതൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം തീർച്ചയായിട്ടും ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ സീരീസുകളായിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ടാകുന്നത്. സോ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു സീരീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളുടെ കൂടെ ഇതിൽ സംസാരിക്കാനുള്ളത് എഡ്യൂപ്ലെയറിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് KM റോയ് സാർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുക, ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി സാറിൻ്റെ ഒരു പേഴ്സണൽ വിഷനാണ്, ഒരു പേഴ്സണൽ ഗോളായിട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്ന ഒത്തിരി പാഷനോട് കൂടി സാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ കൂടെ സംസാരിക്കാനായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള സിതാര റോയ് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവും യൂസ്ഫുള്ളും ആയിരിക്കും. പേരൻസ് ആണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും ജർമ്മനി അല്ലെ ജർമ്മൻ ഭാഷയെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും അവസാനം വരെ ഈ സീരീസുകൾ കണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഒരു ക്ലാരിറ്റി വരുത്തി മുമ്പോട്ട് പോകണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സോ തീർച്ചയായിട്ടും സാർ, ഇപ്പം നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഈ ജർമ്മൻ ഭാഷയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജർമ്മനി എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള രാജ്യത്ത് മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് US-ലുണ്ട്, കാനഡയിലുണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK എല്ലായിടത്തും ഇംഗ്ലീഷ് ഉണ്ട്. സോ ജർമ്മൻ ഭാഷ ഇംഗ്ലീഷിൻ്റെ അത്ര റെലവൻ്റ് ആണോ, അതായത് ജർമ്മനി മാത്രമേ നമുക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ? എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ജർമ്മൻ ഭാഷ പഠിക്കുന്നത്? നമുക്ക് ഭാഷയെപ്പറ്റി സംസാരിക്കുമ്പം വേൾഡിലേക്കും ഏറ്റവും ഒരു പോപ്പുലർ ആയിട്ടുള്ള ഭാഷ എന്ന നിലയ്ക്ക് നമുക്ക് ഇംഗ്ലീഷിനെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ രണ്ടാമതായിട്ട് ചൈനീസ്, ഹിന്ദി, സ്പാനിഷ്, ഫ്രഞ്ച് ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ജർമ്മൻ ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ജർമ്മൻ ഭാഷ നമ്മുടെ കേരളത്തിൽ ഒരു സ്റ്റഡി അബ്രോഡ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലോ അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും മൈഗ്രൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും അവർക്ക് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന ഭാഷ ജർമ്മൻ ഭാഷയാണ്. കാരണം യൂറോപ്പിൽ തന്നെ നമുക്കറിയാം UK-യും അയർലൻഡും കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ യൂറോപ്പിലുള്ള ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ജർമ്മൻ ഭാഷയെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ജർമ്മൻ സംസാരിക്കുന്നില്ലെങ്കിലും നമുക്കറിയാം സെൻട്രൽ യൂറോപ്പിലാണെങ്കിലും ഈസ്റ്റേൺ യൂറോപ്പിലാണെങ്കിലും ജർമ്മനിയോട് ചുറ്റുമുള്ള ഏറ്റവും വികസിതമായ രാജ്യങ്ങളിലെല്ലാം തന്നെ ജർമ്മൻ ഭാഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇന്ന് പുതിയ കാലഘട്ടത്തിൽ സ്റ്റുഡൻസ് കൂടുതലും മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യൂറോപ്പിലേക്കാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എഫക്റ്റീവായിട്ട് അവരുടെ ലൈഫിൽ ട്രാൻസ്ഫോം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ജർമ്മൻ ലാംഗ്വേജ്. അപ്പം നമുക്ക് ഇങ്ങനെ അതിനെ സമ്മപ്പ് ചെയ്ത് സംസാരിക്കുമ്പം ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒരാളുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷയാണ് ജർമ്മൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സാർ, ഈ ട്രാൻസ്ഫർമേഷനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഇപ്പം ജർമ്മനിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഹൗസ് ബിൽഡിംഗ് പോലത്തെ പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ജർമ്മൻ മാസ്റ്റേഴ്സ് ഉണ്ട്, ബാച്ചിലേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രമേ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ? അത് മറ്റേതെങ്കിലും കാറ്റഗറിയിലുള്ള ആളുകൾ ജർമ്മൻ ഭാഷ പഠിച്ചത് കൊണ്ട് അവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ജർമ്മൻ ഭാഷ പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം,
നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അധ്യാപകർ C1 C2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ സാലറി എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയോളമാണ് നമ്മൾ അവർക്ക് സാലറി കൊടുക്കുന്നത് പലർക്കും. അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ വേറെ സബ്ജക്റ്റ് പഠിച്ച് ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച് PhD ഒക്കെ എടുത്ത ഒരു കോളേജിൽ അധ്യാപകരാകുന്ന ആളുകൾക്ക് അത്ര സാലറി കിട്ടുന്നില്ല. ഈവൻ PSC എഴുതി കിട്ടിയാൽ അത്ര സാലറി കിട്ടുന്നില്ല. അതായത് ജർമ്മൻ ലാംഗ്വേജ് A1 A2 B1 B2 C1 C2 ഇത്രയും പഠിക്കാൻ വേണ്ടി ഏകദേശം ഒരു 1.5 വർഷം സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഒരാൾക്ക് ശ്രമിച്ചാൽ. അപ്പോൾ 1.5 വർഷം ലൈഫിൽ എഫേർട്ട് ഇട്ട് ജർമ്മൻ ലാംഗ്വേജ് C2 പാസ്സായ ഒരാൾക്ക് 1.5 ലക്ഷം രൂപ സാലറി കിട്ടുമ്പം നമ്മൾ സ്കൂള് അത് കഴിഞ്ഞിട്ട് കോളേജ് വിദ്യാഭ്യാസം, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD ഇതൊക്കെ കഴിഞ്ഞൊരു അധ്യാപകരാകുന്ന ആളുകൾക്ക് 60,000 രൂപ തൊട്ട് 70,000 രൂപ വരെയാണ് സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ ഭാഷയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ജർമ്മൻ ഭാഷയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അബ്രോഡ് സ്റ്റഡീസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ജർമ്മനി എന്ന് പറയുന്ന രാജ്യവും അല്ലെങ്കിൽ ജർമ്മനിക്ക് ചുറ്റുമുള്ള ഓസ്ട്രിയ പോലെയുള്ളോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് പോലെയുള്ളയോ അങ്ങനത്തെ രാജ്യങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ലാംഗ്വേജ് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പ്രൊഫഷണലായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നേഴ്സസ് ആണെങ്കിൽ മറ്റുള്ള എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലേക്കും പോകാൻ വേണ്ടി നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് നേഴ്സിങ്ങിന്. ജർമ്മനിയിലേക്ക് പോകാൻ യാതൊരു എക്സ്പീരിയൻസും ആവശ്യമില്ല. അതായത് കോളേജിൽ നിന്ന് നേഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് നേരിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ജർമ്മനിയിലേക്ക് പോയി അവിടെ ഒരു ജോബ് കണ്ടെത്താൻ വേണ്ടി വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ മറ്റു പ്രൊഫഷണലുകൾ എല്ലാവരും, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ മെഡിക്കൽ രംഗത്ത് ഏത് പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അതേപോലെ തന്നെ IT മേഖലയിൽ, എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനെല്ലാം തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ജർമ്മൻ ലാംഗ്വേജ് വളരെയധികം ഉപയോഗപ്രദമാണ്. അതുകൂടാതെ മൈഗ്രൻ്റ് ആയിട്ടുള്ള ആളുകൾ, പല വിധത്തിലുള്ള മൈഗ്രൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുണ്ട്. അങ്ങനെ പല വിധത്തിൽ ഈ ഡെവലപ്ഡ് കൺട്രിയിലേക്ക്, യൂറോപ്പിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ജർമ്മൻ ലാംഗ്വേജ് വളരെയധികം പ്രയോജനം ചെയ്യും. ഇപ്പോൾ സ്റ്റുഡൻസിന് പ്രത്യേകിച്ച്, സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുമ്പം പലപ്പോഴും നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ തന്നെ മാസ്റ്റേഴ്സ് ഒക്കെ ജർമ്മനിയിൽ പോയി ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇംഗ്ലീഷ് ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ അവർ ജർമ്മനിയിൽ പോയി ഒരു പാർട്ട് ടൈം ജോലി ചെയ്യാനും ജോലി കണ്ടെത്താനും ഒക്കെ ആ രാജ്യത്തെ ഭാഷയായിട്ടുള്ള ജർമ്മൻ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് സാധിക്കും. കാരണം അവിടെ അത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു രാജ്യമാണ് ജർമ്മനി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇന്നലെ എനിക്കൊന്ന് ലൂക്കായോട് സംസാരിച്ചു. ലൂക്ക എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിവിടെ ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നത്, ആൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, പക്ഷേ ഇംഗ്ലീഷ് ടോട്ടലാണ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ സാർ അവരോട് സംസാരിക്കുന്ന സമയത്ത് ആൾ പറഞ്ഞൊരു പെർസ്പെക്റ്റീവ് സാറിന് ഓർമ്മയുണ്ടല്ലോ. അതായത് ഇംഗ്ലീഷ് അറിയാമല്ലോ, ജർമ്മൻ അറിയാത്ത ഒരാളുകൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്നവർക്ക് പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ കുറവാണ് അവിടെ അല്ലേ. ലൈക്ക് അതായത് അത് എനിക്കത് ഈസിലി ഫില്ലായി പോകും. ആൾ ബെർലിനായതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. എനിക്ക് തോന്നുന്നു മറ്റിപ്പോൾ സ്റ്റുട്ട്ഗാർട്ടോ അല്ലെങ്കിൽ ഹാംബർഗോ അല്ലെങ്കിൽ നമ്മളിപ്പം മ്യൂണിക്കോ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഡോട്ട്മുണ്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മൻ ഭാഷ അനിവാര്യമാണ് അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ഈവൻ പാർട്ട് ടൈമിന് ഇപ്പോൾ നമുക്ക് ജർമ്മൻ അറിയുന്നവർക്ക് 15-16 യൂറോ ഒക്കെ പെർ അവർ കിട്ടുമ്പോൾ ജർമ്മൻ അറിയാത്തവർക്ക് അത്ര തന്നെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഈവൻ ദോ ഇംഗ്ലീഷ് ടോട്ടലാണ് ഒരാൾ ജർമ്മൻ പഠിക്കാൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിലും ജർമ്മൻ ഭാഷ അറിയാണ്ട് അവിടെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു കണ്ടീഷനാണോ ജർമ്മനിയിലുള്ളത്? അതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ട്. അതായത് നമ്മൾ ഇന്ത്യ പോലെയുള്ള കോമൺവെൽത്ത് രാജ്യങ്ങൾ, അതായത് ഇംഗ്ലീഷുകാർ പണ്ട് റൂൾ ചെയ്ത രാജ്യങ്ങളിലൊക്കെ തന്നെ ഇംഗ്ലീഷ് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളം നമ്മുടെ മാതൃഭാഷയാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദി നമ്മുടെ പിന്നെന്താ പറയുക രാഷ്ട്രഭാഷയാണെങ്കിലും നമുക്കൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. ഇംഗ്ലീഷിന് നമ്മളൊരു പ്രൗഡ് ഫീലിലാണ് നമ്മൾ ഇംഗ്ലീഷിനെ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ വന്ന് ഇംഗ്ലീഷ് സംസാരിക്കുമ്പം അയാളോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അതേസമയത്ത് ജർമ്മനിയിൽ അങ്ങനെയല്ല. അവരുടെ മാതൃഭാഷ ജർമ്മനാണ്. അവർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അവർക്ക് ജർമ്മനി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെടുത്ത് പോയി ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ജർമ്മൻകാരനോട് ഇംഗ്ലീഷിൽ പറയുന്നതിനേക്കാളും അവർ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ജർമ്മനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ജർമ്മൻ അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാമെങ്കിലും ജർമ്മനി സംസാരിക്കുന്നതാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ജർമ്മനി പോയി ജോലി അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജർമ്മൻ ഭാഷ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് അവർക്ക് ഇംഗ്ലീഷ് നിർബന്ധപൂർവ്വം പഠിക്കാൻ വേണ്ടിയൊന്നും ജർമ്മൻകാർ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പഠിക്കുന്നില്ല. അപ്പം അതൊക്കെ സിറ്റിയിലുള്ള കുറേ ആളുകളാണ്. ജർമ്മനിയുടെ ഉൾപ്രദേശങ്ങളിലേക്കോ ചെറിയ സിറ്റികളിലേക്കൊക്കെ മൂവ് ചെയ്യുമ്പം അവിടെ ജർമ്മൻ ഭാഷ തന്നെയാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത്.
ആ ഭാഷ പഠിച്ചുകൊണ്ടേ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പം മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മാമിൻ്റെ കുറേ ഫ്രണ്ട്സ് കൊടുത്ത സ്റ്റുഡൻസിൻ്റെ ഒക്കെ ജേർണി, ഇപ്പോൾ ഫിയോണയുടെ ജേർണി നമ്മൾ കണ്ടിട്ടുണ്ട്, നിഷേൻ്റെ ജേർണി കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ വൺസ് അവിടെ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർ ആ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, അവർക്ക് അത് ഇംഗ്ലീഷ് വെച്ച് സർവൈവ് ചെയ്യാൻ പറ്റാണ്ട് ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ അവിടെ യൂസ് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് മാമിന് എന്താ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ മനസ്സിലായിട്ടുള്ളത്? ഇപ്പം ഫിയോണയുടെ കാര്യം പറഞ്ഞു. റീസെന്റ് ഫിയോണയോട് സംസാരിച്ചപ്പം അവൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് ജർമ്മൻ പഠിച്ചു പോകുന്നുണ്ട്. ഒബ്വിയസ്ലി നമുക്കൊരു തേർഡ് ഓർ ഫോർത്ത് ലാംഗ്വേജ് ആയിട്ടായിരിക്കും നമുക്ക് ഈ ജർമ്മൻ വരുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്ക് മലയാളം ഒബ്വിയസ്ലി ഉണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, നമ്മൾ സ്കൂളിൽ മേ ബി ഹിന്ദി പഠിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഷ പഠിക്കുന്നത്. സോ നമ്മൾ ആസ് ഇന്ത്യൻസ് നമ്മൾ ജർമ്മനിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ജർമ്മൻ ലെവൽ എന്താണെന്നുള്ളത് അവിടെയുള്ള നേറ്റീവ്സിന് ദേ ആർ അവെയർ. ഫിയോണ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് നമ്മളൊരു എക്സ്ട്രാ ലാംഗ്വേജ് പഠിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. സോ അതിനോട് അക്കോമഡേറ്റിംഗ് ആണ് അവിടുത്തെ നേറ്റീവ്സ്. ഇപ്പം നമ്മുടെ ലാംഗ്വേജ് സ്കിൽ എത്രയാണ്, നമ്മളൊരു കോഴ്സ് ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിനാണെങ്കിൽ പോകുന്നത്, മേ ബി അത് പഠിക്കാനാണ്, മാസ്റ്റേഴ്സിനാണെങ്കിൽ നമ്മളൊരു കോഴ്സ് പഠിക്കാനാണ് ചെല്ലുന്നത്. അപ്പം നമ്മുടെ ലാംഗ്വേജ് ലെവൽ എത്രയാണെന്നുള്ളത് അവരും അവെയർ ആണ്. അതിനനുസരിച്ച് ഇപ്പം ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസിനെ അക്കോമഡേറ്റിംഗ് ആണ്. നമ്മൾ മിസ്റ്റേക്സ് വരുത്തിയാൽ കറക്റ്റ് ചെയ്ത് തരാനും, കുറച്ചൊക്കെ ഇനി അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അവർ ഓക്കെയാണ്. അപ്പം നമ്മളിവിടുന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം പഠിച്ചു പോയി ഡെഫിനറ്റ്ലി സർവൈവ് ചെയ്യാനുള്ള ലാംഗ്വേജ് എന്തായാലും നമ്മൾ പഠിക്കണം. പക്ഷെ സ്റ്റിൽ അവിടെ ചെന്ന് കഴിഞ്ഞാലും കുറച്ച് മിസ്റ്റേക്സ് വന്നുണ്ടെങ്കിലും പെട്ടെന്ന് അല്ലെങ്കിൽ ജർമ്മൻസിന് മേ ബി ടോൺ അല്ലെങ്കിൽ അവരുടെ സ്പീഡിലും മേ ബി നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല എന്ന് വെച്ചിട്ട് അതൊരു ഇഷ്യൂ ഒന്നും ആയി വരത്തില്ല. ബിക്കോസ് അവിടെ ചെന്നിട്ട് ഇപ്പോൾ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ അവരതാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി നേറ്റീവ്സ് അക്കോമഡേറ്റിംഗ് ആണ്. എന്താ പറയുക, അവര് നമ്മള് ഇംഗ്ലീഷ് സംസാരിക്കാണ്ട് ഈവൻ ദോ അതൊരു ബാഡ്, ഫോർ എക്സാമ്പിൾ ജർമ്മൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും ജർമ്മനിൽ സംസാരിക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നമ്മൾ നടത്തുവാണെങ്കിൽ ഒരു റെസ്പെക്ട് നമുക്ക് ഉണ്ടാവും അല്ലേ? അത് നമുക്ക് ഇങ്ങനെ കാണാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വിദേശി വരികയാണെങ്കിൽ അവർ നമ്മുടെ മലയാളം ഭാഷ പറയുമ്പോൾ തെറ്റിപ്പോയാൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പ്രത്യേക താല്പര്യം, അതായത് അവർ ഇംഗ്ലീഷ് പറയുന്നതിനേക്കാളും മലയാളത്തിൽ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പം ഒരു പക്ഷേ അവരുടെ സ്ലാങ് തെറ്റായിരിക്കാം, പ്രോപ്പർ ആയിട്ടുള്ള വാക്കുകളായിരിക്കില്ല അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ഭയങ്കര ഒരു എന്തൂസിയാസം ഉണ്ടാവും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാർ, വിദേശികളല്ലേ ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അവര് ഹിന്ദിയിൽ സംസാരിക്കുന്നതിനേക്കാൾ നമുക്കിപ്പോൾ സേട്ടാന്നൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോൾ. ഒരു മുറിച്ചാണ് മലയാളം, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുമല്ലോ. ലൈക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അല്ലേ? ജർമ്മനി ചെല്ലുമ്പോഴും അവരങ്ങനെ, അതായത് അവർക്കറിയാലോ നമ്മളൊരു അവരുടെ ഒരു ഭാഷ കഷ്ടപ്പെട്ട് പഠിച്ച ആ രാജ്യത്തേക്ക് ചെല്ലുന്ന ഒരാളാണ്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും ഭാഷ അറിയില്ല, പക്ഷെ നമ്മൾ ക്രമേണ പഠിക്കുമെന്ന് അവർക്കറിയാം. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പം എൻ്റെ ഒരു കൺസേൺ ഇതായിരുന്നു ആക്ച്വലി. ഇപ്പം ഇപ്പോൾ സാറ് പറഞ്ഞു ഇപ്പം ഓസ്ട്രിയ പോലത്തെ കൺട്രികൾ, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ്, ലക്സംബർഗ്, ഈ ഇപ്പോൾ ലിച്ചസ്റ്റൻസ് അങ്ങനത്തെ കുറേ കൺട്രികൾ, എനിക്കൊന്ന് ഇൻക്ലൂഡിങ് ആഫ്രിക്കയിലെ നമീബിയ എന്ന് പറഞ്ഞൊരു കൺട്രി പോലും ജർമ്മൻ ലാംഗ്വേജ് എത്രത്തോളം ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് ആക്ച്വലി. അപ്പോൾ ഇത്രയും വലിയ ഒരു അപ്പീലുള്ള ലാംഗ്വേജ്, ഗ്ലോബൽ അപ്പീലുള്ള ലാംഗ്വേജ് ആണ് ആക്ച്വലി. ഒരു ലാംഗ്വേജിൻ്റെ ഒരു ട്രൂ ഗ്ലോബൽ പൊട്ടൻഷ്യൽ എന്താണ്? ലൈക്ക് ഒരു ജർമ്മനി ആസ് എ യൂറോപ്പിലെ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാണ്ട്, ഇപ്പോൾ ഈവൻ ദോ ഞാൻ കേട്ടിട്ടുണ്ട് കാനഡയിലും യു എസിലും പോലും ജർമ്മൻ സംസാരിക്കുന്ന വലിയ കമ്മ്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ ഒരു ഗ്ലോബൽ പൊട്ടൻഷ്യൽ എന്താണ്? അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ജർമ്മൻ ലാംഗ്വേജിന് വരാൻ അറിയുന്ന ഒരാൾക്ക് കിട്ടാൻ പോകുന്ന ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്തായിരിക്കും സാർ? നമ്മൾ ജർമ്മൻസിനെ പറ്റി മനസ്സിലാക്കുമ്പോഴാണ് അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ജർമ്മൻസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു അഗ്രസീവ് നാച്ചറുള്ള പീപ്പിളാണ്, കമ്മ്യൂണിറ്റിയാണ്. നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് പരാജയപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഹിറ്റ്ലർ. അപ്പോൾ ആ രൂപത്തിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. അപ്പം അവർ ഒരു കാലഘട്ടത്തിൽ വേൾഡിൽ പല സ്ഥലത്തും എന്താ പറയുക പോവുകയും എസ്റ്റാബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പം ആഫ്രിക്കയിൽ ഒരുപാട് സ്ഥലത്ത് ജർമ്മൻസ് പണ്ടുണ്ടായിരുന്നതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഈ നമീബിയയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ യു എസിൽ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞാലും യു എസിൽ പല സ്ഥലത്തും ജർമ്മൻ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ കാനഡയിലാണെങ്കിലും ഉണ്ട്. യൂറോപ്പിൽ ഓൾ ടുഗദർ ജർമ്മന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. അതായത് നമുക്ക് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ജർമ്മൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ഹിന്ദി വേൾഡിൽ തന്നെ ഇപ്പം ചൈനീസ് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. പക്ഷെ നമുക്ക് ഹിന്ദി പഠിച്ചുകൊണ്ട് വേൾഡിൽ വേറെ സ്ഥലത്ത് പോയി നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതേസമയത്ത് ജർമ്മൻ പഠിച്ചാൽ നമുക്ക് ജർമ്മനി മാത്രമല്ല ജർമ്മനിയുടെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ, ആ രാജ്യങ്ങളുടെ പ്രത്യേകത അതെല്ലാം ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളൊക്കെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ യൂറോപ്പിലെല്ലാം തന്നെ നമുക്ക് ജർമ്മൻ വെച്ച് നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ജർമ്മനും കൂടി പഠിക്കുകയാണെങ്കിൽ വേൾഡിൽ എവിടെ പോയാലും നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു നമ്മളിപ്പം മലയാളികളുടെ ഇപ്പം അറ്റ്ലീസ്റ്റ് കേരളം വിട്ട് പുറത്ത് പോകാത്ത അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറത്ത് പോകാത്ത ഒരാളെ സംബന്ധിച്ച് വെസ്റ്റേൺ സൈഡിലെ എല്ലാ കൺട്രികളും ഇംഗ്ലീഷ് ആണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണ്. നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ട് നമുക്ക് എപ്പോഴും, നമുക്ക് ഇന്ത്യക്കാർക്ക്. കാരണം ഒരുപാട് വർഷങ്ങൾ ഇംഗ്ലീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നത് കൊണ്ട്
വേൾഡിലുള്ള എല്ലാ ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകളുടെയും ഒരു കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മിസ്കോൺസെപ്ഷൻ ശരിക്കും പൊളിക്കേണ്ടതുണ്ടല്ലോ ആക്ച്വലി. തീർച്ചയായിട്ടും. EduFlair, education driven by passion.